അപ്പൊ അതിന്റെ വിശേഷങ്ങളായിട്ട് പറയണം. എന്താ അർശ്യ പരിപാടി? നോക്കൂ എങ്ങനെയുണ്ട് തിളങ്ങുന്നത്. കമ്മന്റെ വില പറയൂ, മിനി പറയൂ. സാരി കണ്ടോ? എങ്ങനെയുണ്ട് ഇപ്രാവശ്യത്തെ ഔട്ട്ഫിറ്റ്? എങ്ങനെയുണ്ട് നോക്കട്ടെ. കാപ്പി, ദിസ് ഇസ് ചുക്ക് കാപ്പി. മിനിന്റെ വീട്ടിലത്തെ പരിപാടിയാണ് ഗൈസ്. വർത്താനൊക്കെ പറയും. അയ്യോ വീട്ടിടെ മക്കൾക്ക് അസൂയ അമ്മയായി. ഇത് ഞങ്ങളെ പാട്ടുകാരൻ സെലിബ്രിറ്റിയാണ് ഗൈസ്. ഒരു ഹായ് പറയൂ. ചിരിക്കൂ ചിരിക്കൂ. അപ്പം ഞങ്ങൾ മിനിയേച്ചിൻ്റെ അവിടെ തിരുവപ്പനെയും വെള്ളാട്ടും കാണാൻ വേണ്ടി വന്നതാണ്. അപ്പം ഒരു പ്രാവശ്യം ശ്രീൻചേട്ടനെ ഏറ്റൊക്കെ ഞങ്ങൾ കാണാൻ വേണ്ടിയിട്ട് കണ്ണൂരുള്ള പറശ്ശിനിക്കടവ് പോയപ്പോൾ ഞങ്ങൾക്ക് അന്ന് കാണാൻ കഴിഞ്ഞില്ല. കാരണം ഉത്സവം അടുപ്പിച്ചിരിക്കുന്ന സമയത്ത് അവിടെ തിരുവപ്പന് വെള്ളാട്ടമൊന്നും ഉണ്ടാവില്ല. ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. കാരണം ശ്രീൻചേട്ടൻ ലാസ്റ്റിലേക്ക് പോകാനുള്ള സമയത്താണ് ഞങ്ങൾ കാണാൻ വേണ്ടി പോയത്. അന്ന് കാണാൻ കഴിയാത്തത് ഇന്ന് ഇവിടെ നമ്മളെ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ കാണാൻ കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പം കാണാം. ആണല്ലേ? ഇതാണ് അച്ഛൻ. അഥവാ വൈറലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ വീഡിയോ കാണാനായി മനുഷ്യന്.
ഇതിൻ്റെ അടുക്ക് പല പല ചടങ്ങുകൾ കഴിഞ്ഞുപോയി. എന്താണെന്ന് വിശദീകരിച്ച് പറഞ്ഞു തരാൻ എനിക്കങ്ങനെ വലിയ അറിവൊന്നുമില്ല. പക്ഷെ എന്നാലും ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് അവിടെ മൊത്തം നിൽക്കുന്ന ആൾക്കാർക്കും. എന്താ അറിയില്ല, മുത്തപ്പൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ വിഷമങ്ങൾ ഉള്ളുറന്ന് കരഞ്ഞ് അങ്ങോട്ട് തീർക്കാൻ കഴിയും. അപ്പോൾ എല്ലാവരും അനുഗ്രഹം വാങ്ങാൻ വേണ്ടിയിട്ട് മുത്തപ്പൻ വിളിച്ചു. അപ്പോൾ എല്ലാവരും ഓടിച്ചെന്നു. നമ്മൾ മനസ്സിൻ്റെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് ഇറക്കി വെച്ചമാരുണ്ടാവും. ഒരാൾ കേൾക്കാനും ഒരാൾ നമ്മളെ സങ്കടങ്ങൾ ഉള്ളിൽ നിന്ന് പുറത്തേക്കെടുത്ത് നമുക്കൊന്ന് നല്ല പാത കാണിച്ചു തരാനും കുറച്ചൊരു ഊർജം കിട്ടാനും കഴിയും മുത്തപ്പൻ്റെ ഓരോരോ വാക്കുകളും. ഞാൻ ഉണ്ടാവും കൂടെ എന്നുള്ള പറഞ്ഞാൽ തന്നെ ഭയങ്കര ഹാപ്പിയാവും. കാരണം നമ്മളെ കൂടെ ഒരാളുള്ളത് എപ്പോഴും ഒരു ശക്തി തന്നെയാണ്. നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുന്നതിനെക്കാട്ടും കൂട്ടായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വിജയം ഒരുപാട് കൈവരിക്കാമെന്ന് കേട്ടില്ല. അതേമാതിരിയാണ് നമ്മുടെ കൂടെ ഒരാളുള്ള എപ്പോഴും നല്ലതാണ്. കണ്ണിന് വരേണ്ടത് പുരികത്തിലാക്കി അങ്ങനല്ലേ കാണുമ്പോൾ വഴിയാക്കി തന്നാൽ പോലെ തീർച്ചയാണ്. പ്രയാസമില്ല, ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും കൂടിയിരിക്കുന്ന ആൾക്കാരായിരിക്കണം. ബുദ്ധിമുട്ട് കാര്യമുണ്ടോ? മുത്തപ്പനങ്ങനെ വർഗഭേദമൊന്നുമില്ല. തീർച്ചയായും കാര്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കും. കൂടെയുണ്ട് കാണും മുത്തപ്പന കേട്ടോ. സ്ഥലത്തിൽ ലാലവണ്ണം തങ്ങാട് നല്ലതായിട്ടും ശ്രീകലാസവാസിയെ മുത്തപ്പൻ അല്ലേ കോഴിക്കോട് വാസിയൊക്കെ 16 കാര്യങ്ങൾ അങ്ങനെ ഇതേപോലെ ഓരോരുത്തരും വരിന്ന് മുത്തപ്പൻ്റെ അനുഗ്രഹം കിട്ടാനായിട്ട് മുത്തപ്പനോട് ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ട്, ഒരുപാട് സങ്കടങ്ങളും ദുഃഖങ്ങളും സന്തോഷങ്ങളും വരാൻ പോകുന്നതിനെക്കുറിച്ചുള്ളൊരു വേവലാതികളും ഇപ്പോൾ ഉള്ളതിനെക്കുറിച്ചുള്ള കുറച്ച് ആശങ്കകളും ഒക്കെ മുത്തപ്പൻ്റെ അടുത്ത് പറഞ്ഞ് എന്ത് വഴിയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്നും കൂടി ചോദിച്ചിട്ട് ഓരോരുത്തർ ഇങ്ങനെ പോവാണ്. പക്ഷെ അന്നേരമൊക്കെ നമുക്കൊരു സമാധാനമാണെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളൊരു ആശങ്ക പറഞ്ഞിട്ട് അതിനൊരു വഴി കാണിച്ചു തരുമ്പോൾ ഒരു സങ്കടം പ്രത്യേകിച്ചും വരും. എവിടെ നിൽക്കോ ഒരു സങ്കടം കരച്ചിലൊക്കെ വരും. അത് പൊതുവേ എല്ലാവർക്കും അങ്ങനെ വരുന്നതാണ്. അതൊന്നും ഉണ്ടാക്കുന്നതല്ല, പക്ഷെ താനേ വന്നു പോകുന്നതാണ് മുത്തപ്പനോട് നമ്മളൊക്കെ തുറന്നു പറയുമ്പോൾ. പക്ഷെ അത് കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കൂടി അല്ലേ മുതൽ കേൾക്കുന്നതാക്കി നിർവഹത്തെ പ്രവർത്തിക്കാൻ മുത്തപ്പൻ ഇണ്ടാ ഭക്ഷണം ചെയ്യാം ഇണ്ടാ പ്രവർത്തനം കൽപ്പിക്കട്ട് എടുത്തോ കൂടെയുണ്ട് ഇണ്ടാ അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ശരിക്കാണ് അവിടെ മുത്തപ്പനോട് അല്ലേ. വിദ്യാഗോചര കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലേ, അതുകൊണ്ടൊക്കെ പ്രയത്നിക്കുന്നുണ്ട്. അതുപോലെ ലാലവണ്ണം കാര്യങ്ങളൊക്കെ മുത്തപ്പൻ സുഖിതമാക്കി തരേണ്ട വഴികളാവുന്നുണ്ട് അല്ലേ. വിദ്യാഭാഗ്യ തരട്ട് ഇട്ടാ കാരണം പരിശ്രമിക്കുക അല്ലേ. മറന്നു പോകുന്നുണ്ട് അദ്ദേഹം പെട്ടെന്ന് പിന്നെ മറവേണ്ടത് കൂടുതലായി പോകുന്നുണ്ടാ. ഗ്രഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ളത് അല്ലേ, പഠിച്ചതൊന്നും അല്ലേ ഓർമ്മയില്ലാത്ത അവസ്ഥയിലപ്പെടും. പക്ഷെ മുത്തപ്പൻ മാറ്റി ഉറച്ചിടണം നല്ല പെടുന്നല്ലേ. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന അനുഭവത്തെങ്കിലൊക്കെയും വിജയം തരുവാനായിക്കൊണ്ട് അല്ലേ. പ്രവൃത്തി എന്നൊരിപ്പോൾ ഒരു കാര്യങ്ങളൊക്കെ മുത്തപ്പൻ അല്ലേ എത്തിക്കണം കാലത്തേക്ക് അല്ലേ. പിടി കാണിച്ചെന്നാൽ പോരെ നോക്കണം. അതിൻ്റെ പ്രധാനങ്ങൾ കൊണ്ട് വിളഞ്ഞു പോകാൻ ഇടപെട്ടിട്ടാണ് വേണം എല്ലാ കാര്യങ്ങളൊക്കെ അല്ലേ. ഇപ്പോൾ തടസ്സവും കാര്യങ്ങളൊക്കെ ഉണ്ട്, മനസ്സെ കൊണ്ട് ദുഃഖത്തിലാകുന്നുണ്ട് അല്ലേ. തടസ്സമുണ്ടോ, പരിപാടിയുണ്ടോ, പരാതിയുണ്ടോ? ാലപ്പെട്ട മുത്തപ്പൻ അല്ലേ, അതൊരു അനുഭവം കൊടുക്കേണ്ട മുത്തപ്പൻ നിങ്ങളെ വിഷം പറയാത്ത കാര്യങ്ങൾ നല്ലൊരു ജീവിതം വേണം വേണ്ടേ. പിതാവിൻ്റെ സാന്നിധ്യങ്ങൾ വേണം എന്താ വേണ്ടേ തീർച്ചയായും ഒരു ബന്ധത്തോടും കൂടി ജീവിക്കേണ്ട വഴികളൊക്കെ കൽപ്പിക്കട്ടെ. ഇപ്പം പ്രയാസങ്ങളൊക്കെ ഉണ്ട്, മനസ്സുകൊണ്ട് ദുഃഖങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. മുത്തപ്പൻ സ്വന്തമായൊരു കൂട് വേണം ആഗ്രഹിക്കുന്നുണ്ട്, പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കരയെ തെളിയാണ്ട് എന്താ ചെയ്യുന്നിപ്പം പ്രവർത്തനം കൊണ്ടാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു നേരത്തെ ഭോജനത്തിന് വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങളാണ് അല്ലേ. ഇതുവരെ ആരെയും ആശ്രയിക്കൊണ്ട് ജീവിച്ചിട്ടുണ്ട് അല്ലേ. ഇനിയും അല്ലേ ഒരു നേരേണ്ട വടികളും തന്നിരട്ട് ആരെയും ആശ്രയിക്കാനാക്കൂല. മുത്തപ്പൻ മുൻപന്തിയിലുണ്ട് പോരെ.
അതുകൊണ്ടൊക്കെ മൊത്തം തടസ്സങ്ങളൊക്കെ തട്ടുനീക്കി അവരോട് ജീവിക്കേണ്ടതാക്കി ലോകത്തെ അല്ലേ എല്ലാ കാര്യങ്ങളൊക്കെ മൊത്തം ഒന്ന് മംഗളമാക്കി തരണം ഇതെല്ലാം കൊണ്ടുണ്ട് ഒരേ ബുദ്ധി ഒരേ മനസ്സോടും കൂടി ജീവിക്കേണ്ടതായി അനുഭവങ്ങൾ ഒന്നാപരം മുത്തപ്പൻ മുത്തപ്പ മാത്രം കഴിച്ചിട്ട് കല്യാണമെണ്ണം സങ്കടപ്പെട്ടിട്ട് കല്യാണമെണ്ണം പത്തുള്ള പെരുന്നാളൊക്കെയും മാത്രം അല്ലേ എല്ലാം വേണ്ടത് ഇത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമായിരിക്കണം കേട്ടോ അടി മാത്രമായി പോറ് ഇനിയുണ്ട അല്ലേ അതുകൊണ്ടൊക്കെ എല്ലാ കാര്യങ്ങളും നിനക്ക് വേണ്ടി അല്ലേ നല്ലത് മാത്രമാണ് അല്ലേ ഞാനോ കട്ടതൊക്കെ അനുഭവിച്ചിട്ടുണ്ട് എന്നെപ്പോലെ നീയും ആയി പോന്നിരിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ ആരെയും ആശ്രയിക്കണം ജീവിക്കണം അതാണ് അല്ലേ മറ്റുള്ളവർക്ക് ഒരു ഭാരമാകാൻ ജ്ഞാനവണ്ണം തപ്പൻ എന്നെ അല്ലേ നിങ്ങളെ പുറത്തെപ്പാട് ഈ പ്രായത്തിലുണ്ടാവും അവിടെ പ്രാർത്ഥന ചെയ്യുന്നുണ്ടോ നീ കട്ടി കൊടുക്കലുണ്ടാ കടിക്കലുണ്ടാ ഇല്ല കൂടുതലായി പോകുന്നുണ്ടാ കട്ടി കൂടുതലായി പോകുന്നുണ്ടാ അല്ലേ കൂടുതലാ സത്യം മാത്രം എന്നോട് പറയാതെ അല്ലേ കൂടുതലാണ് ఎవరైతే అలా కాదు അങ്ങനെ മുത്തപ്പൻ നേരിട്ട് വീട്ടിൽ വന്ന് എല്ലാവർക്കും അനുഗ്രഹം കൊടുത്ത് തിരിച്ച് മുത്തപ്പനെ മടക്കി അയക്കുകയാണ്. അപ്പം ആണുങ്ങൾ പോയിട്ട് എല്ലാവരും കൂട്ടി വന്ന് അതേപോലെ തന്നെ ആണുങ്ങളും വീട്ടിലുള്ള അംഗങ്ങളെല്ലാവരും കൂടി തിരിച്ച് മുത്തപ്പനെ അങ്ങോട്ടേക്ക് തന്നെ പറഞ്ഞയക്കുന്ന രംഗമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെ വീട്ടിൽ നമ്മുടെ മുത്തപ്പൻ വന്നു എന്നുള്ളത് ഭയങ്കര ഒരു സന്തോഷമാണ്. അങ്ങനെ എല്ലാവർക്കും ഒന്നും ഇതേപോലെ ഒരു ഭാഗ്യം കിട്ടില്ല. അപ്പം മിനിച്ചിക്ക് എന്തായാലും ഇത് കഴിഞ്ഞു. അതിൻ്റെ കൂടെ നമുക്കൊരു പങ്കാളികളാവാൻ കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. ഒരു 2 ദിവസം അത്രയും നല്ല ഹാപ്പിയിലാണ് പോയത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗം കാണാൻ നാളെ കാണാം.